നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. എനി ഗുഡ് ന്യൂസ്? യെസ്, പാർവതിയുടെ അച്ഛന്റെ കോളുണ്ടായിരുന്നു. എന്തിനാ വിളിച്ചത്? അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അവരുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവ. എന്നെ ക്ഷണിക്കാനാ വിളിച്ച. പാർവതിയും കൂട്ടി ഞാൻ ചെല്ലണോന്ന്. എന്നിട്ട് കൈലാഷ് എന്ത് പറഞ്ഞു? ഇതുപോലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വിട്ടുകളയാൻ പറ്റുമോ? പാർവതിയും കൂട്ടി ഞാൻ തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞു. അവളുടെ ബർത്ത്ഡേക്ക് വന്നപ്പോ അവളുടെ അമ്മയോട് പാർവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ വെച്ച് അവരെ കൊണ്ടുവിടാൻ പോയപ്പോ ബസ് സ്റ്റോപ്പിൽ വെച്ചൊക്കെ ഞാനത് പറയാൻ പലതവണ ശ്രമിച്ചതാ. പക്ഷെ അത് നടന്നില്ല. എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ജനകൻ അങ്കിളുടെ കോൾ വന്നത്. അങ്കിൾ ഉത്സവത്തിന് ക്ഷണിച്ചപ്പോ കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഉത്സവമൊന്നും കണ്ടിട്ടില്ല. ഉത്സവത്തിന് പങ്കെടുക്കുകയും ചെയ്യാം, അതും പാർവതിയുടെ കൂടെ. അവളുടെ അച്ഛനോട് എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരണമെന്ന് പറയുകയും ചെയ്യാം. ഇനി മുക്ത പറയേ, ഇത് എനിക്ക് ലഭിച്ച ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ? ഓഫ് കോഴ്സ്. ജനകനങ്ങളും ഞാനും ഫോണിൽ സംസാരിച്ചൊന്നും പാർവതി അറിഞ്ഞിട്ടില്ല. ഞാനിത് അവളോട് പറയാൻ പോയപ്പോഴാ മുക്ത കയറി വന്ന്. താൻ വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ വരാം. ചേട്ടാ, കൈലാഷ് സാറിന്റെ ക്യാബിനിലേക്ക് മുക്ത മേഡം കയറി പോകുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ സാറിന്റെ അടുത്തേക്ക് പോയില്ല. മുക്ത മേഡം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നിന്റെ ലീവിന്റെ കാര്യം കൈലാഷ് സാറിനോട് സംസാരിക്കാൻ. അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. കരുണാരൻ സാറിന്റെ കസേരയെ ബഹുമാനിക്കണമെന്ന് പ്രിയൻചേട്ടൻ തന്നെ പറഞ്ഞില്ലേ? കരുണാരൻ സാർ ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൈലാഷ് സാറിനോട് പോയി ലീവ് ചോദിച്ചാ കരുണാരൻ സാർ എന്താ കരുതുക? അയാൾക്ക് നമ്മള് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നല്ലേ? അത് നമ്മളോടുള്ള അയാളുടെ വൈരാഗ്യം കൂട്ടുകയല്ലേ ചെയ്യുക? നമ്മളായിട്ടതിന് ഇട കൊടുക്കരുത് പ്രിയൻചേട്ടാ. അപ്പോ നിനക്ക് ഉത്സവത്തിൽ പങ്കെടുക്കണ്ടേ? നിന്റെ ചേച്ചിയുടെ കല്യാണം നടന്നു കിട്ടാനുള്ള നേർച്ചകളും വഴിപാടുകളും നടത്തണ്ടേ? ചേച്ചിക്ക് കല്യാണ യോഗം ഉണ്ടെങ്കിൽ അത് നടന്നോളും. ദേവി നടത്തിക്കൊടുത്തോളും. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അതിന്റെ പേരില് ഈ കമ്പനിയിലൊരു പ്രശ്നം വേണ്ട. എല്ലാവരും ഉണ്ടല്ലോ. നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താ? ബാഗൊക്കെ പാക്ക് ചെയ്താ? അല്ല, പ്രൊഡക്ഷൻ ചീഫ് ലീവ് അനുവദിക്കാത്തോണ്ടേ ചെയർമാനെ നേരിട്ട് കണ്ട് ലീവ് സാങ്ഷൻ ആക്കാൻ പോണെന്ന് പറഞ്ഞ് വീരവാദം അടിച്ചിട്ടല്ലേ രണ്ടുപേരും എന്റെ അടുത്ത് പോയത്? എന്നിട്ട് കിട്ടിയോ? ചെയർമാൻ ലീവ് തന്നോ? ചെയർമാനോട് ലീവ് ചോദിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, എപ്പോഴും കൊമ്പത്താണല്ലോ പിടിക്കുക, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, മൊത്തം ഉണ്ടല്ലോ, ടീം മൊത്തം ഉണ്ടല്ലോ. കരുണാരനെ എങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് തുരത്താന്ന് ഡിസ്കഷൻ ചെയ്യാനായിരിക്കും എല്ലാവരും ഒത്തുകൂടിയേക്കണേ. കരുണാരനെ തുരത്താൻ നിങ്ങൾ വളർന്നിട്ടുമില്ല. നിങ്ങൾ ഈ കൊല്ലം ഉത്സവത്തിന് പോവേയില്ല. പോണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ ജോലി വേണ്ട, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലാന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വന്നിട്ട് പൊക്കോ. പാർവതി, പാർവതിയുടെ അച്ഛന്റെ കോളുണ്ടായിരുന്നു. പാർവതിയുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണല്ലേ? അതെ സർ. പാർവതിക്ക് എന്തൊക്കെയോ വഴിപാട് നടത്താനുണ്ടെന്ന് അങ്കിള് പറഞ്ഞു. എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടി കനൽക്കൊടവും പൊങ്കാലയൊക്കെ ഞാൻ നേർന്നിട്ടുണ്ട്. ഓ, 3 കൊല്ലം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ച ദേവി എന്താഗ്രഹവും സാധിച്ചു തരും. 2 കൊല്ലം ഒരു തടസ്സവും ഇല്ലാതെ വഴിപാടുകളൊക്കെ ഞാൻ നടത്തി. ഇത് 3-ാമത്തെ കൊല്ല.
പക്ഷേ സർ, ഞാൻ ഈ കാര്യം സാറിനോട് പറയാൻ വരികയായിരുന്നു.